محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ذلك بأن الله لم يكن مغيرا نعمة أنعمها على قوم حتى يغيروا ما بأنفسهم وأن الله سميع عليم. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി രക്ഷ ചോദിച്ചിരുന്ന 4 കാര്യങ്ങളുണ്ടായിരുന്നു. ആ 4 കാര്യങ്ങളിൽ ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ, നീ എനിക്ക് നൽകിയ നിന്റെ നിഅമത്തുകൾ എന്നിൽ നിന്നും നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. എന്താണ് നിഅമത്ത്? എങ്ങനെയാണ് നിഅമത്ത് നീങ്ങുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ നിഅമത്ത് എന്ന പദം 47 തവണ ആവർത്തിച്ച പദമാണ്. അതിൻ്റെ ക്രിയാരൂപങ്ങളും ബഹുവചന രൂപങ്ങളും വേറെയും ഖുർആനിൽ കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ ഒരു സ്വഭാവം അല്ലാഹു പറയാണ്, മനുഷ്യനെ അള്ളാഹു ആദരിച്ചാൽ, അവന് നിഅമത്ത് കൊടുത്താൽ, ഫഅക്രമഹു വനഅമഹു, അള്ളാഹ് ആദരിച്ച് നിഅമത്ത് കൊടുത്താൽ, ഫയഖൂൽ, അവൻ പറയും, റബ്ബി അക്രമൻ, എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചു എന്ന് പറയും. എന്നാൽ ഇതേ മനുഷ്യൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റേതെങ്കിലും രൂപത്തിൽ ഒരു പരീക്ഷണം അവന് നൽകിയാൽ, എൻ്റെ റബ്ബ് നിന്ദിച്ചിരിക്കുന്നു, അപമാനിച്ചിരിക്കുന്നു എന്നും പറയും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു, നിഅമത്ത് ഓർക്കണം. ഉദ്കുറൂ നിഅമതിയല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക് ഞാൻ നൽകിയ എൻ്റെ നിഅമത്തുകൾ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. ഓർത്താൽ മാത്രം പോരാ, ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, നിന്റെ റബ്ബിൻ്റെ നിഅമത്ത് നീ സംസാരിച്ചു കൊണ്ടിരിക്കണം. ഇത് മനുഷ്യൻ നിഅമത്തിനോട് കാണിക്കുന്ന ചില തെറ്റായ സമീപനങ്ങൾ കാരണമാണ് അള്ളാഹു ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞത്. അള്ളാഹ് പറയുന്നു, നിഅമത്ത് കിട്ടിയാൽ അവൻ്റെ പാട്ടിന് പോകും. ആ പ്രയോഗം തന്നെ ഖുർആൻ നടത്തിയത് വനആ ബിജാനിബിഹിന വൈദാ അൻഅംന അലൽ ഇൻസാനി അഅറള വനആ ബിജാനിബിഹി. നാം മനുഷ്യന് നിഅമത്ത് കൊടുത്താൽ അവൻ ആ നിഅമത്തുമായി അവന് തോന്നിയ പോലെ അവൻ ജീവിക്കും, അവൻ്റെ പാട്ടിന് പോകും. വൈദാ മസ്സഹു ശർറു കാന യഊസ, എന്തെങ്കിലും ഒരു ഷർറ് വന്നാൽ പിന്നെ അവൻ നിരാശനായി. ഇതേ ആയത്ത് മറ്റൊരു സ്ഥലത്ത് അള്ളാഹ് ആവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഫദൂ ദുആഇൻ അരീള്, അപ്പോഴതാ അവൻ സുദീർഘമായ നീണ്ട പ്രാർത്ഥനക്കാരനാകുന്നു എന്നുള്ള പറയാണ്. എന്തെങ്കിലും ഷർറ് വരുമ്പോൾ, നിഅമത്ത് കിട്ടിയാൽ ആ നിഅമത്ത് ആസ്വദിച്ച് തോന്നിയ പോലെ ജീവിക്കും. നിഅമത്തിനെ മറക്കുന്നവരെ കുറിച്ച് അള്ളാഹ് പറയാണ്, സുമ്മ ഇദാ ഖവ്വലഹു നിഅമത്തൻ മിൻഹു, അള്ളാഹു ഒരു ദുരിതം നീക്കിയിട്ട്, ഒരു പ്രയാസം നീക്കിക്കൊടുത്ത് ഒരു നിഅമത്ത് അധീനപ്പെടുത്തി കൊടുത്താൽ, നസിയമാക്കാൻ യദൂ ഇലൈഹി മിൻ ഖബൽ, മുമ്പ് പ്രാർത്ഥിച്ചതൊക്കെ മറക്കും. വീണ്ടും അല്ലാഹ് പറഞ്ഞു സുമ്മ ഇദാ ഖവ്വൽനാഹു നിഅമത്തൻ മിന്ന,
അള്ളാഹു ദുരിതവും പ്രയാസമൊക്കെ നീക്കി കൊടുത്തിട്ട് നിഅമത്ത് കുറെ കൊടുത്താൽ വേറൊരു വർത്താനം അവനും പറയും, കാല ഇന്നമാ ഊത്തീതുഹു അലാ ഇൽമിൻ, ഇതൊക്കെ എനിക്ക് കിട്ടിയത് ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടേണ്ടത് തന്നെയാണ്. എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ആസൂത്രണ മികവ് കൊണ്ടും എൻ്റെ തന്ത്രങ്ങൾ കൊണ്ടുമൊക്കെ എനിക്ക് കിട്ടിയതാ ഈ നിഅമത്ത് എന്നവൻ പറയും. നന്ദികേടിന്റെ വാക്കാണ്. അല്ലാഹ് പറയാണ്, കാണുന്നതും കാണാത്തതുമായ ഒരുപാട് നിഅമത്തുകൾ, വഅസ്ബഹ അലൈക്കും നിഅമഹു ലാഹിറത്തൻ വബാത്തിന, ഒരുപാട് നിഅമത്തുകൾ, പരോക്ഷമായ പ്രത്യക്ഷമായ നിഅമത്തുകൾ അവർക്ക് നാം നിറവേറ്റി കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, നിഅമത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരിക്കലും നീങ്ങാൻ പാടില്ലാത്ത നിഅമത്ത് എന്തൊക്കെയാണ്? റസൂലുള്ള പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, നീ തന്ന നിഅമത്ത് എന്നിൽ നിന്നും നീങ്ങിപ്പോകുന്നതിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു. നീങ്ങിപ്പോകാതെ മാറ്റം വരാതെ സ്ഥിരമായി നിൽക്കേണ്ട നിഅമത്ത് എന്തൊക്കെയാണ്? നമ്മൾ കുറേ നിയമത്തിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിനപ്പുറം കുറേ നിയമത്തുകളുണ്ട് സഹോദരങ്ങളെ. നരകത്തിന്റെ മധ്യത്തിൽ കിടക്കുന്ന, നടുവിൽ കിടക്കുന്ന ഒരാളെ നോക്കിയിട്ട് സ്വർഗത്തിലുള്ള ഒരാൾ പറയുന്ന ഒരു വർത്തമാനം ഖുർആനിലുണ്ട്. നരകത്തിന്റെ മധ്യത്തിലെത്തിയ, നടുവിലെത്തിയ ഒരു മനുഷ്യനെ നോക്കിയിട്ട് സ്വർഗത്തിലെത്തിയ ഒരു മനുഷ്യൻ പറയും, എന്താ പറയാ, വലൗലാ നിഅമത്തു റബ്ബി ലകൻതു മിനൽ മുഹ്ളരീൻ, എന്റെ റബ്ബിന്റെ നിഅമത്ത് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും ഇന്ന് ആ നരകത്തിന്റെ മധ്യത്തിൽ കിടക്കേണ്ടവനാണ്. ഖുർആനാണ്. എന്റെ റബ്ബിന്റെ നിഅമത്ത് എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാനും ആ നരകത്തിന്റെ നടുവിൽ കിടക്കേണ്ടവനാണ്. അപ്പൊ ഇവിടെ നിഅമത്ത് എന്താ? നീങ്ങാൻ പാടില്ലാത്ത നിഅമത്ത് ഏതാ? സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയ ആരോഗ്യം, സ്വത്തും മുതലും വീടും വാഹനങ്ങളും സൗകര്യങ്ങളും ഇത് മാത്രമാണ് നിഅമത്ത് എന്ന് മനസ്സിലാക്കണ്ട. അല്ലാഹ് പറയാണ്, നരകത്തിന്റെ മധ്യത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ നോക്കിയിട്ട് സ്വർഗക്കാരൻ പറയുന്ന വാക്കാണ്, എന്റെ റബ്ബിന്റെ നിഅമത്താണ് എന്നെ ആ നരകത്തിന് രക്ഷപ്പെടുത്തിയത് എന്ന്. എന്താണ് നിഅമത്തിനോടുള്ള മനുഷ്യന്റെ പൊതുവായ സമീപനം? അല്ലാഹ് പറയാ, അഫ ബി നിഅമത്തില്ലാഹി യജ്ഹദൂൻ, നിഅമത്തിനെ കുറിച്ച് മനുഷ്യൻ നിഷേധിച്ച് തള്ളിക്കളയും. അഫ ബിൽ ബാത്തിൽ യുഅ്മിനൂന വ ബി നിഅമത്തില്ലാഹി യക്ഫുറൂൻ, അല്ലാഹുവിന്റെ നിഅമത്തിനെ അവൻ നിഷേധിക്കും. വമൻ യുബദ്ദിൽ നിഅമത്തല്ലാഹി മിൻ ബഅദി മാ ജാ, നിഅമത്തിനെ മാറ്റം വരുത്തും ചില ആളുകൾ. അലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീന ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്ര, അല്ലാഹുവിന്റെ നിഅമത്തിനെ കുഫ്റാക്കി മാറ്റിമറിച്ചവനെ കണ്ടില്ലേ? അല്ലാഹുവിന്റെ നിഅമത്തിനെ നിഅമത്തല്ലാതെ അതിനെ മാറ്റിമറിക്കുന്നവർ, നിഷേധിക്കുന്നവർ, തള്ളിക്കളയുന്നവർ. സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കലും മാറ്റം വരാൻ പാടില്ലാത്ത നിഅമത്തുണ്ട്. ആ നിഅമത്ത് നമ്മൾ 17 തവണ റബ്ബിനോട് ദിനേന ചോദിക്കൽ നിർബന്ധമാണ്. ഏതാണ് ആ നിഅമത്ത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് കൊടുത്തവരുടെ മാർഗത്തിൽ എന്നെ നീ ചേർക്കണമേ. 17 തവണ നീ നിഅമത്ത് കൊടുത്തവരുടെ മാർഗത്തിൽ എന്നെ ചേർക്കണമേ. ആരാണ് ആ നിഅമത്ത് കൊടുത്തത്? സ്വത്തും മുതലും അധികാരങ്ങളും വീടും താമസവും വാഹനവും ദുനിയാവ് കൊടുത്തവരെ പറ്റിയാണോ? അൻഅമല്ലാഹു അലൈഹിം, ആരാ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ വസ്സാലിഹീൻ, അവർക്കാണ് അല്ലാഹ് കൊടുത്ത നിഅമത്ത്. സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹികൾ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ആ നിഅമത്ത് കിട്ടണമെങ്കിൽ ആ മാർഗത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ചില ആൾക്കാരെന്താ പറയാന്നറിയോ? നമ്മളിങ്ങോട്ട് വിട്ടതുകൊണ്ട് വലിയൊരു അനുഗ്രഹമായി എന്നാ പറയാ, നിഅമത്തായിന്ന്. ദീനിന് പ്രതിസന്ധി വരുമ്പോൾ വിട്ടുപോകലല്ല. ദീനിന് പ്രതിസന്ധി വരുമ്പോൾ, തൗഹീദിന് പ്രതിസന്ധി വരുമ്പോൾ, ഇസ്ലാഹിന് പ്രതിസന്ധി വരുമ്പോൾ പല പ്രതിസന്ധികളുണ്ടാകും. 2, 3 ആയിട്ട് മാറും. അപ്പം ഞാനിനി ഒന്നുക്കില്ല എന്ന് പറഞ്ഞ് ചില ആൾക്കാരുണ്ട് പോകും. അങ്ങനെ പോകലാണ് നിഅമത്ത് എന്ന് വിചാരിച്ചിട്ടുണ്ടോ? അത് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഇസ്ലാമിലേക്കും ജിഹാദിലേക്കും ദീനീ ദഅവത്തിലേക്കൊക്കെ വിളിക്കുമ്പോൾ ചില ആൾക്കാർ മാറി നിൽക്കും. എന്നിട്ട് അവർ പറയും, എന്താ പറയാ, ഖദ് അൻഅമല്ലാഹു അലയ്യ ഇതിലം അക്കും മഅഹും ഷഹീദ, ഞാൻ അവരെ കൂടെ ഇല്ലാതിരുന്നത് അത് ഭയങ്കര ഒരു നിയമത്തായിരുന്നു എന്ന് പറയുമെന്നാ അല്ലാഹ് ഖുർആനിൽ പറയാ. അത് നിയമത്തല്ല, ആ മാർഗത്തിൽ ജീവിക്കലാണ് നിയമത്ത്. തിന്മ ചെയ്യാതിരിക്കലും തിന്മക്ക് കൂട്ടുനിൽക്കാതിരിക്കലും അല്ലാഹ് തരുന്ന ഏറ്റവും വലിയ നിഅമത്താ. മൂസാ നബി പറഞ്ഞൊരു വാക്കുണ്ട് ഖുർആനിൽ, ഖാല റബ്ബി ബിമാ അൻഅംത അലയ്യ, എന്റെ റബ്ബ് എനിക്ക് തന്ന നിഅമത്ത് എന്താണെന്നറിയോ?
ഫലൻ അകൂന ലഹീറൻ ലിൽ മുജ്രിമീൻ, കുറ്റവാളികൾക്ക് ഞാൻ സഹായം ചെയ്യാതിരിക്കുക എന്നതാ. കുറ്റവാളികൾക്ക് ഞാൻ സഹായം ചെയ്യുകയില്ല എന്നത് അള്ളാഹു എനിക്ക് നൽകിയ നിഅമത്താണ്. ആ നിഅമത്ത് കൊണ്ട് ഞാൻ അത് ചെയ്യൂല എന്നാ പറഞ്ഞത്. കുറ്റം ചെയ്യൽ മാത്രം, ചെയ്യാതിരിക്കൽ മാറ്റത്തിലല്ല. ചെയ്യുന്ന ആളുകൾക്ക് അതിന് കൂടെ നിന്ന് കൊടുക്കുക, സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ അത് അള്ളാഹ് തന്ന നിഅമത്താണ്. ഫുസൂക്കും ഇസ്യാനും കുഫറും ഒക്കെ, ഫുസൂക്ക് എന്ന് പറഞ്ഞാൽ അത് അധർമ്മങ്ങളാണ്. ഇസ്യാന് അള്ളാഹിനെ അനുസരിക്കാതിരിക്കലാണ്, കുഫർ നിഷേധിക്കലാണ്. ഇതൊരാൾക്കില്ലാതെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ഈമാന് കൊണ്ട് അലങ്കാരം നൽകിയാൽ അതെന്താണെന്നറിയോ നിങ്ങൾ? ഫുസൂക്കും ഇസ്യാനൊക്കെ അധർമ്മങ്ങൾ, തെറ്റുകളാണ്. അതില്ലാതെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എപ്പോഴും ഈമാനും തഖ്വയൊക്കെ ഉണ്ട്. അത് അള്ളാഹ് കൊടുത്ത നിഅമത്താ. അള്ളാഹ് പറയാ വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. ഈ പറഞ്ഞ ഫുസൂക്കും ഇസ്യാനും ഒക്കെ മനസ്സിൽ വെറുപ്പാണ് ചില ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് അത് വെറുപ്പാ, ചില ആൾക്കാർക്ക് അത് ഇഷ്ടാ, എന്നാൽ ചില ആൾക്കാർക്ക് വെറുപ്പാ. എങ്കിൽ അള്ളാഹ് പറയണത് എന്താണെന്നറിയോ? നിഅമതം മിൻ ഇൻദിനാ. ഖുർആനാ. ഫളലം മിനല്ലാഹി വനിഅമ, ഫളലം മിനല്ലാഹി വനിഅമ. ആ അവസ്ഥ കിട്ടിയത് അള്ളാഹ് തന്ന ഏറ്റവും വലിയ നിഅമത്തും അള്ളാഹുവിന്റെ ഔദാര്യവുമാകുന്നു എന്നതാണ്. ഇനി നമ്മൾ ദുനിയാവിൽ കാണുന്ന കുറേ നിയമത്തുകളുണ്ട്. ആ നിയമത്തുകൾ നീങ്ങാതെ കിട്ടേണ്ടത് തന്നെയാണ്. പക്ഷെ അള്ളാഹു അത് നിലർത്തി തരുന്നത് എന്തുകൊണ്ടെന്നറിയോ? അത് മാറ്റലെപ്പോഴെന്നറിയോ? മനുഷ്യന്റെ നിലപാട് മാറുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമത്തുകൾ മാറ്റും. നിലപാടുകൾ മാറാതിരുന്നാൽ ആ നിയമത്ത് നീങ്ങാതെ അവിടെ ഉണ്ടാകും. അള്ളാഹു പറയണേ, ദാലിക, ഞാൻ ഓതി വെച്ച ആയത്ത്, ദാലിക ബി അന്നല്ലാഹ ലം യകു മുഗയ്യിറൻ നിഅമതൻ അൻഅമ അല്ലാഹു അലാ ഖൗമിൻ. ഒരു കൗമിന്, ഒരു ജനതക്ക് അള്ളാഹ് കൊടുത്ത നിഅമത്ത് അള്ളാഹു മാറ്റൂല. ഏതുവരെ? അവര് യഥാർത്ഥമായ നിലപാടിൽ നിലനിൽക്കുന്നത് വരെ മാറ്റൂല. നിലപാട് മാറ്റിയാലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിനെ അള്ളാഹു തആല മാറ്റും എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പല നാടുകളും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിരുന്ന, സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരുപാട് രാജ്യങ്ങൾക്ക്, ഒരുപാട് രാജ്യക്കാർക്ക് സമ്പത്ത് കൊടുത്തിരുന്ന പല രാജ്യങ്ങളും ഇന്നെവിടെയുള്ളത്? ആ നാടുകളിൽ ചൂതാട്ടവും മദ്യപാനവും സിനിമാശാലകളും എല്ലാം വ്യാപകമായി. ആ രാജ്യത്തിന്റെ നിലപാട് മാറിയപ്പോ അള്ളാഹു നിഅമത്ത് മാറ്റി. ഖുർആനിലെ ഒരു ആയത്ത് നിങ്ങൾ കേൾക്കണം. ലറബല്ലാഹു മസലൻ ഖറിയ, ഒരു നാടിനെ അള്ളാഹു ഉദാഹരിക്കുക. ആമിനത്തൻ മുത്തുമഇന്ന, സമാധാനത്തോടെ നിർഭയത്വത്തോടെ ജീവിക്കുന്ന ഒരു നാട്. യഗ്തിഹ റിസ്ഖുഹ റഗദൻ മിൻ കുല്ലി മക്കാനിൻ, എല്ലാ നാട്ടിൽ നിന്നും ആ നാട്ടിലേക്ക് സുഭിക്ഷമായി ഭക്ഷ്യവസ്തുക്കൾ വരും. എല്ലാ നാട്ടിൽ നിന്നും സുഭിക്ഷമായി ആ നാട്ടിലെ വസ്തുക്കളൊക്കെ കയറ്റുമതി ചെയ്യപ്പെടുന്ന ഒരു രാജ്യം. നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ സുന്ദരമായ, അള്ളാഹു ഒരുപാട് നിഅമത്ത് നൽകിയ ഒരു രാജ്യം. എന്നിട്ട് എന്താ ഉണ്ടായത്? ഫകഫറത് ബിഅൻഉമില്ല, അള്ളാഹുവിനെ നിഅമത്തിനോട് നന്ദികേട് കാണിച്ചു. അള്ളാഹ് കൊടുത്ത നിഅമത്തിനോട് നന്ദി കാണിച്ചപ്പോ എന്താ ഉണ്ടായതെന്നറിയോ? ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, ഭയത്തിന്റെ, വിശപ്പിന്റെ വസ്ത്രം അവരെ ആസ്വദിപ്പിച്ചു. നാം വിശപ്പിന്റെ, ഭയത്തിന്റെ വസ്ത്രം ആസ്വദിപ്പിച്ചു. ബിമാ കാനു യസ്നഊൻ, അവർ പ്രവർത്തിച്ച പ്രവർത്തന നിമിത്തം. ഇപ്പോ പലരും പറയാണ്, ഇങ്ങോട്ട് വന്നവർക്കൊന്നും അങ്ങോട്ട് പോകാൻ വയ്യ, അങ്ങോട്ട് വന്നവർ ഇപ്പൊ ആരും ഇങ്ങോട്ട് നാട്ടിലേക്ക് വരണില്ല, വെക്കേഷൻ ആരും അങ്ങോട്ട് പോകുന്നില്ല, എക്കോണമി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, താഴ്ന്നുകൊണ്ടിരിക്കുന്നു, സാമ്പത്തിക അവസ്ഥകൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ പറയാണ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ കാര്യമാണിത്. നിലപാടുകളിൽ മാറ്റം വന്നാൽ, തൗഹീദിലും സുന്നത്തിലും മാറ്റം വന്നാൽ, അള്ളാഹു കൊടുത്ത നിഅമത്തിനോട് നേരെ നിഷേധ നിലപാട് കാണിച്ചാൽ അള്ളാഹു തആല മാറ്റുമെന്നാണ്. കപ്പൽ സഞ്ചരിക്കുന്ന പാത, ആ കപ്പൽ സഞ്ചരിക്കുന്നത് അള്ളാഹിന്റെ നിഅമത്ത് കൊണ്ടാണെന്ന് ഖുർആൻ പറയാ. അലം തറ അന്നൽ ഫുൽക തജ്രി ബിനിഅമത്തില്ലാ, അലം തറ, നീ കാണുന്നില്ലേ? അന്നൽ ഫുൽക തജ്രി, കടലിലൂടെ പെട്രോളിയങ്ങളുമായി, ഭക്ഷ്യവസ്തുക്കളുമായി, ചരക്കുകളുമായി കടലിടുക്കുകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുണ്ട്. ആ കപ്പലുകൾ സഞ്ചരിക്കുന്നത് ബിനിഅമത്തില്ല, അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ കടലിടുക്ക് ബ്ലോക്ക് ചെയ്താൽ അത്
കടലുകൾക്ക് ആ സവാരി നിർത്തൽ ചെയ്താൽ, തടസ്സമുണ്ടാക്കിയാൽ നാടുകളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തൂല. നാട്ടിൽ പട്ടിണി വരും, നാടുകളിൽ ദാരിദ്ര്യം വരും, കഷ്ടപ്പാട് വരും, സാമ്പത്തികമായി തകർച്ച വരും, നിഅമത്തുകൾ നീങ്ങിപ്പോകും. അനുഭവിച്ച മുഴുവൻ നിഅമത്തുകളും നഷ്ടപ്പെട്ടു പോകും, നിഅമത്ത് നീങ്ങിപ്പോകും. പരിശുദ്ധ ഖുർആനാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹു തന്ന നിഅമത്ത് നീങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. നിഅമത്ത് എണ്ണണ്ട, നിഅമത്ത് എണ്ണണ്ട നമ്മളാരും. വഇൻ തഅദു നിഅമത്തല്ലാഹ് ലാ തുഹ്സുഹാ. അള്ളാഹുവിന്റെ നിഅമത്ത് എണ്ണിയാൽ കണക്കാക്കാൻ കഴിയില്ല. നിഅമത്തായി നമുക്ക് തോന്നാത്ത പലതുമുണ്ട് സഹോദരങ്ങളെ. നമ്മളോടൊരാള് നിഅമത്ത് എണ്ണിക്കാന്ന് പറഞ്ഞാൽ, പ്രസംഗമൊക്കെ ഖുത്ബയൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ഒരാൾ നിഅമത്തൊന്ന് എണ്ണിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നിഅമത്ത് എണ്ണും? അള്ളാഹ് തന്ന നിഅമത്തൊന്ന് എണ്ണിക്കാന്ന് പറഞ്ഞാൽ ആരോഗ്യം, സമ്പത്ത്, മുതൽ, വീട്, ഇതൊക്കെ നമ്മൾ എണ്ണും അല്ലേ? വാപ്പാനി ഇമ്മാനി ആരെങ്കിലും നിഅമത്തായി എണ്ണലുണ്ടോ? വാപ്പാനി ഇമ്മാനി ആരെങ്കിലും നിഅമത്തായി എണ്ണലുണ്ടോ? എങ്കിൽ നിഅമത്തായി ആദ്യം പറയണം, റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. റബ്ബേ, എനിക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് നീ തന്ന നിഅമത്തിന് നന്ദി കാണിക്കാനുള്ള പ്രചോദനം കൊണ്ട് റബ്ബേ എന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ നിഅമത്താ. മക്കളോ? മക്കളും നിഅമത്താണ്. ഏത് മക്കളാ നിഅമത്താകുക? ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യിന മിൻ ദുർരിയത്തി ആദം. ഖുർആൻ പറയാണ്, ആദമിന്റെ മക്കളിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാർ, അവരെ മക്കൾ. കുറെ വാപ്പാരെ, യാക്കൂബ് നബിയുടെ മക്കളെ കണ്ടില്ലേ നിങ്ങൾ? ആ മക്കളൊക്കെ പ്രവാചകന്മാരാ. അത് വലിയ നിഅമത്താ. അതേതാണ്? ആ മക്കളെ ആദർശത്തിൽ തുടർത്തി. ആദർശത്തിൽ തുടർത്തി. രക്ഷിതാവ് എന്ന് പറഞ്ഞെന്താ? രക്ഷിതാവ്, രക്ഷിക്കുന്നവൻ. എന്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ? ഖുർആൻ എന്താ പറഞ്ഞെന്നറിയോ? ദുനിയാവിൽ കഴിച്ചിലാക്കി കൊടുക്കാന്നല്ല. ഖുർആനിൽ നമുക്ക് രക്ഷിതാവ്, വാപ്പാക്കും ഉമ്മാക്കും രക്ഷിതാവ് എന്ന് പറഞ്ഞത് എന്തിൽ നിന്ന് രക്ഷിക്കുന്നവനാ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നരകത്തിയിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തുക. അവനാന്റെ മക്കളെ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വാപ്പാക്ക് പറ്റിയോ ഉമ്മാക്ക് പറ്റിയോ എങ്കിൽ ആ വാപ്പയും ഉമ്മയുമാണ് രക്ഷിതാവ്. രക്ഷിക്കുന്നവൻ അവനാ. നരകത്തിന് രക്ഷപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. ഇപ്പം ഇത് വളരെ പ്രസക്തമാണ് ഈ സമയത്ത്. ഇപ്പൊ നമ്മളെല്ലാവരുടെ പെരിയിലും കുട്ടികളുണ്ട്. 2 മാസം ഇനി മക്കൾ പെരിയിലുണ്ടാകും, അവധിയാണ്. നിഅമതാനി, എണ്ണിക്കോ, നിഅമതാനി മഅബൂനു ഫീഹിമാ കസീറു മിനന്നാസ്. അധിക ആളുകളും വഞ്ചിതരാകുന്ന 2 അനുഗ്രഹങ്ങളുണ്ട്, 2 നിഅമത്തുണ്ട്. ഏതാണ് നിഅമത്ത്? അസ്സിഹത്തു വൽ ഫറാ. ആരോഗ്യം, ഒഴിവ് സമയം, ഒഴിവ് ദിനങ്ങൾ, അവധി. മനുഷ്യൻ വഞ്ചിക്കപ്പെടും. അതുകൊണ്ട് നമ്മളെ മക്കൾ വീട്ടിലുണ്ട്. ആ മക്കളെ യഥാർത്ഥ നിയമത്താക്കി മാറ്റുക. നീങ്ങിപ്പോകരുത് ആ നിയമത്ത്. നമുക്ക് ഏറ്റവും വലിയ നിയമത്തായിട്ട് മക്കൾ മാറാം. ആ മക്കളെ കൊണ്ട്, അവരെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ നാളെ പരലോകത്ത് രക്ഷപ്പെടാതിരിക്കുക. നമ്മൾ മരിച്ചു പോയാലും, നമ്മൾ മണ്ണിനടിയിലായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന മക്കളുണ്ടോ? അതിലും വലിയൊരു നിഅമത്തില്ല സഹോദരങ്ങളെ, അതിലും വലിയൊരു നിഅമത്തില്ല. ആ നിഅമത്ത് നമുക്ക് നഷ്ടപ്പെടരുത്, ആ നിഅമത്ത് നീങ്ങിപ്പോകരുത്. അതുകൊണ്ട് ഈ വെക്കേഷൻ കാലത്ത് ഫുൾ മൊബൈലിന്റെ മുന്നിൽ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ആ കുട്ടികളെ അത്തരം കളികളിൽ നിന്ന് നിയന്ത്രിക്കണം അവരെ. അതിന് ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ തേടി നമ്മൾ ചെല്ലണം. നമ്മളെ കുട്ടികൾക്ക് എത്ര ബുക്ക് സ്റ്റാൾ നമ്മളെ നാട്ടിലുണ്ട്? ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങൾ, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നമുക്കൊക്കെ മക്കളുണ്ടല്ലോ, വാപ്പാരുണ്ട്, വെല്ലിപ്പാരുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കുക, നമ്മൾ എത്ര ആളുകൾ നമ്മളെ നാട്ടിലൊരു ബുക്ക് സ്റ്റാൾ എവിടെയെന്ന് അറിയാമെങ്കിലും, ഇസ്ലാമിക ബുക്ക് സ്റ്റാൾ എവിടെ നമ്മുടെ നാട്ടിൽ ബുക്ക് സ്റ്റാൾ ഉള്ളതെന്ന് വെച്ചാൽ അറിയോ? ബാക്കിയുള്ള എല്ലാ കടി അറിയാലോ, ജ്വല്ലറി അറിയും, ബാക്കിയുള്ള എല്ലാ കടകളും നമുക്കറിയാം. ബുക്ക് സ്റ്റാൾ എവിടെയെന്ന് വെച്ചാൽ ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല, കാരണം നമ്മളാരും ഇതുവരെ പോയിട്ടില്ല. ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഒരു ഇസ്ലാമിക ബുക്ക് വാങ്ങിയിട്ട് മക്കൾക്ക് കൊടുത്ത എത്ര വാപ്പാരുണ്ട്? മക്കളെ, അവധിക്കാലം വായിക്ക്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, നല്ല പുസ്തകങ്ങൾ, ജനറൽ നോളജ്, നല്ല പുസ്തകങ്ങൾ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടും. ആ പുസ്തകം വാങ്ങിയിട്ട് കുട്ടിക്ക് വെക്കേഷൻ കാലത്ത് കൊടുക്കുക. നമ്മൾ ഇന്നേ വരെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ഒരു പുസ്തകം, നല്ലൊരു ബുക്ക് വാങ്ങി നമ്മളെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടോ? വായിക്കാനും എഴുതാനും പഠിപ്പിച്ചിട്ടില്ല മക്കളെ. അതിനുവേണ്ടി നമ്മൾ പൈസ ചെലവാക്കിയിട്ടുണ്ട്. അവർ വായിക്കുന്നത് എന്താണെന്നറിയോ? വായിക്കാൻ പഠിപ്പിച്ചാൽ പോരാ, വായിക്കാൻ പഠിക്കാൻ പൈസ ചെലവാക്കിയാൽ പോരാ. അവരെന്ത് വായിക്കുമെന്ന് നമ്മൾ അറിയണ്ടേ? ഒരു പുസ്തകം വാങ്ങിക്കൊടുക്കാൻ. സഹോദരങ്ങളെ, ഈ അവധിക്കാലം ഈ അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കാം. ഏതാ പൂർത്തിയാക്കിയ നിയമത്ത്? ആരോഗ്യം പൂർണ്ണമല്ല. ആരോഗ്യം ഇനി വേണമെന്ന് വെച്ചാൽ ഇഞ്ഞും വേണം നമ്മൾ പറയുള്ളൂ.
സമ്പത്തിന് വേണോ? സമ്പത്ത് അനുഗ്രഹം. സമ്പത്തിന് വേണോന്ന് വെച്ചാൽ വേണമെന്നേ പറയുള്ളൂ, അല്ലേ? ആർക്കും പൂർണ്ണമായിട്ടില്ല. എങ്കിൽ പൂർണ്ണമായ നിയമത്ത് ഏതാ? ഏതാ പൂർണ്ണമായ പൂർത്തിയാക്കിയ നിയമത്ത്? അള്ളാഹ് പറയാണ്, അത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്ത് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നൂന്ന്. ആ പൂർത്തിയാക്കി തന്ന നിഅമത്ത് ഏതാ? ഖുർആനാണ്. ആ ഖുർആനെ കയ്യിലെടുക്കണം. മക്കൾക്ക് ഖുർആൻ പറഞ്ഞു കൊടുക്കണം, ഖുർആൻ ഓതണം, ഖുർആൻ പഠിക്കണം. മോറൽ ക്ലാസ്സുകളുണ്ട്, തദാറുക്ക് പോലെയുള്ള പഠന പദ്ധതികളുണ്ട്. വാപ്പാരും പഠിക്കണം, മക്കളും പഠിക്കണം. അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം. സഹോദരങ്ങളെ, നാളെ ചോദ്യം ചെയ്യും. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ, ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. കുടിച്ച വെള്ളത്തെക്കുറിച്ച് ചോദ്യമുണ്ട് നാളെ. നമുക്ക് കണക്കില്ല എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു, എത്ര ഭക്ഷണം കഴിച്ചു ഈ ആയുസ്സിൽ ഇതേവരെ. നമ്മളാരെയും കണക്ക് വെച്ചിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും കണക്ക് വെച്ചിട്ടുണ്ടോ? എങ്കിൽ റബ്ബ് കണക്ക് വെച്ചിട്ടുണ്ട്. റബ്ബ് കണക്കാക്കാത്ത ഒരു റിസ്ക്കും നമുക്ക് തന്നിട്ടില്ല. റബ്ബ് കണക്ക് വെക്കാത്ത ഒന്നും നമുക്ക് റബ്ബ് തന്നിട്ടില്ല. റബ്ബിന്റെ അടുക്കൽ കണക്കുണ്ട്, എണ്ണി എണ്ണി പറയേണ്ടി വരും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. മഹാനായ സഅദ് റളിയല്ലാഹു തആല മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കരയാണ്. പൊട്ടിക്കരയുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാന സമയം, അത് രോഗശയ്യയിൽ കിടക്കുകയാണ്. രോഗം കാണാൻ വേണ്ടി വന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള്, മറ്റ് സഹാബിമാര് ചോദിച്ചു, എന്താണ് സഅദേ നീ ഇങ്ങനെ കരയുന്നത്? കണ്ണിൽ നിന്ന് കണ്ണുനീര് ചാലിട്ടൊഴുകയാണ്, പൊട്ടിക്കരയാണ് സഅദ്. ചോദിച്ചു, എന്തിനാ സഅദ് ഇങ്ങനെ കരയുന്നത്? വേദന ഉണ്ടോ സഅദേ? ശരീരം വേദനിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? എന്താ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പാ, മരണാസന്നനായി കിടക്കുകയാണ് ഞാൻ. പക്ഷെ ഞാനിപ്പോ കരയുന്നത് അള്ളാഹു എനിക്ക് തന്ന 2 നിഅമത്തുണ്ട്. ആ നിഅമത്തിനെ കുറിച്ച് നാളെ റബ്ബ് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയുമെന്ന് ഭയന്നിട്ടാ കരയണത്. 2 നിഅമത്തുണ്ട് പടച്ചോൻ തന്നെ. അത് നാളെ ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയാ? എവിടെ അദ്ദേഹം കിടക്കണറിയോ? ഒരു ഈത്തപ്പന ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയൊരു കുടിലിൽ. ഈത്തപ്പനയുടെ ഓലയിൽ നിലത്താ കിടക്കുന്നത്. ഈത്തപ്പനയുടെ ഓലയിൽ നിലത്ത് കിടക്കുക. ഒരു ഈത്തപ്പന കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീട്. അവര് ചോദിച്ചു, സഅദേ ഇങ്ങനെ പേടിക്കാൻ നിനക്ക് തന്ന നിഅമത്ത് ഏതാ? ഇങ്ങനെ കരയാൻ മാത്രം ഞങ്ങൾ നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ. സഅദേ നീ ഒരു നല്ല ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഒരു രുചികരമായ ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, നീ ഒരു നല്ല വസ്ത്രം ഉടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, നീ മരിക്കാൻ കിടക്കുന്നതും ഈ ഈത്തപ്പനന്റെ ഓലയിലാ. പിന്നെ എന്താണ് സഅദേ നീ പേടിക്കുന്നത്? അവരിങ്ങനെ നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. അദ്ദേഹം ഇങ്ങനെ ഒരു മൂലയിലേക്ക് ചൂണ്ടിയപ്പോ അവർ പോയി നോക്കിയപ്പോൾ കണ്ടത്, സഹോദരങ്ങളെ, ഒരു വക്ക് പൊട്ടിയ തോൽപാത്രവും തുരുമ്പ് പിടിച്ചൊരു പ്ലേറ്റുമാണ്. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത, ഭക്ഷണമില്ലാതിരുന്നിട്ട് കഴിക്കാത്ത, ഭക്ഷണത്തിന് നനവില്ലാതെ തുരുമ്പ് പിടിച്ച ഒരു പ്ലേറ്റും വക്ക് പൊട്ടിയൊരു തോൽപാത്രവുമാണ്. അത് ചൂണ്ടിട്ടാ പറഞ്ഞത്, ഞാൻ നാളെ എന്ത് പറയുമെന്ന്. സഹോദരങ്ങളെ, നമുക്കൊക്കെ എത്ര നിഅമത്തുകളിലേക്ക് ചൂണ്ടാനുണ്ടെന്ന് ആലോചിക്കണം. എത്ര നിഅമത്തുകളിലേക്ക് ചൂണ്ടാനുണ്ട്. നമ്മൾ എത്രമാത്രം ഭയപ്പെടണം സഹോദരങ്ങളെ. വഷ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ വഷ്കുറൂ, നിങ്ങൾ നന്ദി കാണിക്കണം. നിഅമത്തല്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്തിന് നന്ദി കാണിക്കണം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹു തന്ന നിഅമത്തുകൾക്ക് നന്ദി കാണിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരമായി ലഭിക്കേണ്ട എല്ലാ നിഅമത്തുകളും മരണം വരെ ലഭിച്ച നിഅമത്തുകൾ നീങ്ങിപ്പോകാതെ സംരക്ഷിക്കുന്ന ആളുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹു അദ്ദേഹത്തിനോട് പറഞ്ഞ ഒരു പ്രയോഗം ഖുർആനിൽ കാണാം.
ഇത് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം ഉദ്കുർ നിഅമതി അലൈക ഉദ്കുർ നിഅമതി അലൈക വഅലാ വാലിദതിക. ഏ ഈസ, നിനക്കും നിന്റെ ഉമ്മാക്കും ഞാൻ നൽകിയ നിഅമത്തിനെ നീ ഓർക്കണം. ഇത് അയ്യത്തുക ബിറൂഹിൽ ഖുദ്സ്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിനക്ക് നാം ശക്തി നൽകി. തുകല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ല, തൊട്ടിയിൽ വെച്ചും 40 വയസ്സായ സമയത്തും മധ്യവയസ്കനായിരിക്കുമ്പോഴും നീ ജനങ്ങളോട് സംസാരിച്ചു. അള്ളാഹ് തന്ന ഏറ്റവും വലിയ നിഅമത്താണ്, ഓർക്കണം. എന്താണ് സഹോദരങ്ങളെ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിൽ വെച്ചെന്താ സംസാരിച്ചത്? ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാന്റെ അടിമയാണ് എന്ന്. അത് അള്ളാന്റെ അപാരമായ ദൃഷ്ടാന്തമായിരുന്നു. കഹിലി എന്ന് പറഞ്ഞാൽ മധ്യവയസ്കൻ, ഒരു 30-40 ഇടയിലുള്ള വയസ്സിനാ പറയാ. ആ സമയത്ത് സംസാരിച്ചത് എന്താണ്? അത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്, റിസാലത്താണ്. അദ്ദേഹം പ്രബോധനം ചെയ്യാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ക്ഷണിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നതിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷണിച്ചു. ഈസാ നബിയെക്കുറിച്ച് ഖുർആൻ എന്ത് പറഞ്ഞോ അതാണ് യഥാർത്ഥ ഈസാ നബിയുടെ ചരിത്രം. വമാ ഖതലൂഹു വമാ സലബൂഹു, അദ്ദേഹത്തെ കൊന്നിട്ടില്ല, അദ്ദേഹത്തെ ആരും ക്രൂശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ അള്ളാഹു ആകാശത്തേക്ക്, അള്ളാഹിന്റെ അടുക്കലേക്ക് അദ്ദേഹത്തെ ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങൾ, അള്ളാഹു തആല പ്രവാചകന്മാർക്ക് കൊടുത്ത നിഅമത്താണ് പറഞ്ഞത്. നമുക്ക് അള്ളാഹു തന്ന നിഅമത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് അംഗീകരിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുക, അത് പ്രബോധനം ചെയ്ത പ്രവാചകന്മാരുടെ മാർഗത്തിൽ ജീവിക്കുക. അങ്ങനെ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുക. ആ സ്വർഗമാണ് നഈം, ജന്നാത്തുൻ നഈം. സുഖാനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ നിഅമത്ത് സ്വർഗമാണ്. ആ സ്വർഗം നഷ്ടപ്പെടാതിരിക്കലാണ് നിഅമത്ത് നീങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവല്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ. ഓരോ രാജ്യങ്ങളിലും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, മറ്റുള്ള പ്രയാസങ്ങളെല്ലാം അള്ളാഹു തീർത്ത് ലോകത്ത് അള്ളാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واحياهم منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعتق رقابنا من النار ورقاب آبائنا وامهاتنا وازواجنا واخواننا المسلمين اجمعين يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم ارحم موتانا وموتى المسلمين. ربنا تقبل منا انك